ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. എന്താണെന്നല്ലേ, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ ശശിധരൻ മാഷിന് ജന്മനാടായ കലങ്ങോട്രയിൽ ഒരു സ്വീകരണം കേട്ടോ. സംസ്ഥാന കായിക വിജയികൾക്കുള്ള സ്വീകരണം കൂടിയുണ്ട് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കലങ്ങോട്ടയുടെ ഭാഗമായ കെ ശശിധരൻ, ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവാണ്. ഇന്ന് എൻ്റെ നാട്ടിലെ സാംസ്കാരിക കൂട്ടായ്മയുടെ അനുമോദന യോഗമായിരുന്നു. അതിൽ പങ്കെടുത്തു. വളരെ സന്തോഷം. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. താങ്ക് യു. ഞങ്ങളുടെ സ്കൂളിൽ ചെയ്തൊരു പുസ്തകമാണ്. ഈ ഒരു പുസ്തകം 50 പുസ്തകങ്ങളുടെ റിവ്യൂ ആണ്. ഇതിന് മുന്നിട്ടെടുക്കുകയും ഞാൻ തന്നെയാണ്. ഒപ്പം തന്നെ ഞങ്ങളൊരു വായനാ സംഘമുണ്ട്. അതിൻ്റെ 2 കോപ്പി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും, എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും ഈ ഒരു പുസ്തകം വായിക്കണം. എനിക്ക് സന്തോഷം കൊണ്ടാണോ അറിയില്ല, സങ്കടം കൊണ്ടാണ്. എന്തായാലും എന്നെക്കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദിയുണ്ട്. ഇവിടുത്തെ എല്ലാ വീടുകളെയും ഒരു കാലത്ത് 25 വർഷം മുമ്പ് എല്ലാ വീടുകളും കൃത്യമായിട്ട് എനിക്കറിയാമായിരുന്നു. അതിനുശേഷം 2002 HSID ജോലി ചെയ്തത് തുടങ്ങിയത്. ആലപ്പുഴ ജില്ലയിലാണ്. അതിനുശേഷമാണ് തൽക്കാലം ഇവിടുന്ന് മാറി നിൽക്കുന്നത്. അതുവരെ ഏകദേശം ഒരു 10-15 വർഷം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ഒരേ തരത്തിൽ ചിന്തിച്ചിരുന്ന ഒരു കൂട്ടാണ് അല്ലേ. അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിൽ നിന്നുമാണ് ഞാൻ തിരിച്ച് പോകുന്നത്. അപ്പോൾ നേരത്തെ ബാബു പറഞ്ഞു, ഒരു ജോലി കിട്ടുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. പിന്നീട് പഠിക്കണം, ഒപ്പം തന്നെ ജോലി വേണം. ജോലി കിട്ടിയാൽ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, മറ്റുള്ള ആളുകൾ ആ മേഖലയിലേക്ക് വരും. ഇത്തരത്തിലുള്ളൊരു ചിന്തയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറായത്. അതായത് അത് നന്നായി തോന്നുന്നു. കാരണം അതിൻ്റെ പുറകെ പിടിച്ച് കുറേ അധികം ആളുകൾ ആ മേഖലയിലേക്ക് വരാൻ കാരണമായി. പക്ഷെ ഇപ്പോഴും ഞാനിവിടെ നിൽക്കുമ്പോഴും എല്ലാ ദിവസവും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ട്. ഏകദേശം ഒരു 30 വർഷക്കാലം ഇവിടുത്തെ എല്ലാ വർഷം സ്വാതന്ത്ര്യദിനമായാലും പിന്നെ ജനുവരി 26 ഓണാഘോഷം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നേരിട്ട് ഇടപെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ബലത്തിലാണ് അധ്യാപനം എന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതൊരു പക്ഷേ എനിക്ക് വലിയ തോതിൽ കൂട്ടായിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ഏറ്റവും അവസാനം ഈ അവാർഡ് കിട്ടുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ മൻസൂറിനെ വിളിക്കുന്നത്. അവാർഡ് കിട്ടുമെന്ന് അറിയില്ല, പക്ഷേ ഞാൻ ഈ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. കുറച്ച് ദിവസം ഞാൻ വാങ്ങിച്ചത്. കാരണം ഇതുപോലെയുള്ള ആളുകൾ പലപ്പോഴും വരാറുണ്ട്. ഇപ്പം ഞങ്ങളവിടുത്തെ 2-3 ക്ലബ്ബുകളുണ്ട്. അവർ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങൾ കുറച്ച് കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അവരോട്, ഞാൻ കുറച്ച് പുസ്തകങ്ങൾ തരാം, അതിനുശേഷമാണ് അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ശരി, എന്നാൽ പിന്നെ അതിൻ്റെ കൂടെ ആവാം. അപ്പോൾ എന്തായാലും എൻ്റെ കാലിവിടെയാണ്. ബാക്കി സ്റ്റേറ്റിലെ ഏറ്റവും പിന്നെ നല്ല അധ്യാപകൻ എന്നുള്ള ഒരു അവാർഡ് കിട്ടുക, അത് നമുക്കറിയാം, അത് വളരെ സന്തോഷമുള്ളൊരു സാധനം. രണ്ടാമത് എനിക്ക് കിട്ടിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഞാൻ സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു 2 വർഷം. ഒരു സാമൂഹ്യശാസ്ത്ര അധ്യാപകന് കിട്ടുന്ന ഏറ്റവും വലിയ പദവിയാണ്. അത് കിട്ടാനുള്ള കാരണം ഞാൻ ഇവിടെ ആളുകളോട് ഇടപഴകിയ ആ രീതിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്റ്റേറ്റിലെ 14 ജില്ലകളിലെ സെക്രട്ടറിമാരും DG ഉൾപ്പെടെയുള്ള SCRT സെക്രട്ടറി, പിന്നെ നമ്മുടെ സാറ് SCRTയുടെ ഡയറക്ടർ, ഇവരുടെ കൂടെ ഇരുന്നുകൊണ്ട് 2 വർഷം വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായ ഒരു കൂട്ടായ്മയുടെ ഭാഗം എന്നിൽ ഇപ്പോഴും അവശേഷിക്കുന്നതുകൊണ്ടാണ്.
ഒപ്പം തന്നെ ഞാനിപ്പോൾ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ പാലക്കാട് ജില്ലയുടെ കോർഡിനേറ്ററാണ്. ഒപ്പം തന്നെ സംഘടനയുടെ പ്രവർത്തനങ്ങളുണ്ട്, പിന്നെ സ്കൂളിലെ പ്രവർത്തനങ്ങളുണ്ട്, മറ്റ് കുറേയധികം ആക്ടിവിറ്റീസ് ഉണ്ട്. ജോലി കിട്ടിയ ശേഷം വിശ്രമിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു. ഈ മെയ് മാസത്തിൽ ഏപ്രിൽ മെയ് പറയാമല്ലോ, അധ്യാപകരൊക്കെ 2 മാസം വെറുതെ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ മെയ് മാസത്തിൽ 25 ദിവസമാണ് ഞാൻ ട്രെയിനിങ് കൊടുത്തത്. മെയ് മാസത്തിലാണ് 25 ദിവസം, 5 ദിവസം മാത്രമേ ശനി ഞായർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏപ്രിലിൽ വെക്കേഷൻ വാല്യൂഷൻ ട്രെയിനിങ്. ഇതുവരെ 22 വർഷം സർവീസായി. 22 വർഷം സർവീസിൽ എല്ലാ വെക്കേഷൻ ട്രെയിനിങ്ങുകളിലും എല്ലാ വാല്യൂഷനിലും പങ്കെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു വഴികാട്ടിയാവുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ കണ്ടപ്പോൾ 2 പ്രധാനപ്പെട്ട മുഖങ്ങൾ എനിക്ക് ഓർമ്മ വന്നു. അത് ചെറുപ്പത്തിൽ കണ്ട 2 മുഖങ്ങളാണ് ഓർമ്മ വന്നത്. അവരെ ഞാൻ സുനിതയോട് പറഞ്ഞു, ഇവർ നമുക്ക് പേരെനിക്ക് ഓർമ്മയില്ല, വിജിത്തും വിവേകും. മറ്റു കുട്ടികളെ ഒരാളുടെ ഹരീഷ് വന്നിട്ടുണ്ട് അവിടെ. ഹരീഷിൻ്റെ മോൾ കഴിഞ്ഞ ദിവസം ഇതിൽ അപ്പം കണ്ടു. മനോജിൻ്റെ മോളെ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഈ കുട്ടികൾ ഞാൻ കുറച്ച് എന്തായാലും ഞാനെൻ്റെ സംഭാവന, ഞങ്ങളുടെ സംഭാവന ഈ നമ്മുടെ വായനശാലയ്ക്ക് നൽകുകയാണ്. ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഇതിന് കുറച്ചുകൂടെ നമുക്ക് വിപുലീകരിക്കാനുണ്ട്. കാരണം ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ, ഉണ്ണീഷ മാഷ് പറഞ്ഞില്ലേ, എനിക്കറിയാം എലവഞ്ചേരി പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്ത്, അവിടെ ഇപ്പോൾ സാറ് പറഞ്ഞ ആ പ്രദേശമൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. എല്ലാ വീടുകളിലും ഒരു ജോലിക്കാരനുണ്ട്. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആയിക്കൂടാ? ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ ഇതിന് നിങ്ങൾക്ക് ഈ ഒരു അവസരം എനിക്ക് തന്നതിനും എന്നെ അനുമോദിച്ചതിനും എൻ്റെ എല്ലാ നന്ദിയും, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ നന്ദി അറിയിക്കുന്നു. കൂടുതൽ പറയുന്നില്ല, കൂടുതൽ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സംസ്ഥാന തലത്തിൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരാളെ, അത് മേഖല ഏതോ ആകട്ടെ, അവരാദരിക്കാൻ കിട്ടുന്ന ഒരു മുഹൂർത്തം കൂടിയാണിത്. പണ്ട് നമ്മുടെ ഈ പ്രദേശത്തുണ്ടായിരുന്ന ദീപ്തി ക്ലബ്ബ് നമ്മളുടെയൊക്കെ ഒരു പഴയകാല ഓർമ്മ തന്നെയാണ്. വളരെ ദീർഘമായൊരു കാലയളവിൽ അതിൻ്റെ ഭാരവാഹിയായിരുന്ന് അതിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഇന്നും കലങ്ങോട്ടക്കാരുടെ മനസ്സിൽ ആ നൊസ്റ്റാൾജിയ ഓർമ്മകൾ നിലനിൽക്കുന്നുണ്ട്. ശശിമാഷെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്, സാധാരണ ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ മനസ്സിലുണ്ടാവുക എന്താ, സാധാരണ ഒരു ക്ലാസ് മുറിയിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ. പക്ഷേ ശശിമാഷ് അത്തരത്തിലുള്ളൊരു അധ്യാപകനായിരുന്നില്ല. അദ്ദേഹം സംസ്ഥാന തലത്തിൽ അധ്യാപകരെ പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു. കുട്ടികളെയല്ല, പാലക്കാട് ജില്ലയിൽ മാത്രമല്ല സ്റ്റേറ്റ് തലത്തിൽ തന്നെ അധ്യാപകർക്ക് പല വിധത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്ന അധ്യാപകനായി കുറേ കാലം ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ സ്റ്റഡീസ് വിഷയത്തിൽ സംസ്ഥാന തലത്തിലെ വളരെ മികച്ച ഒരു അധ്യാപകൻ തന്നെയാണ് ശശിമാഷ എന്നതിൽ കുറേ കാലമായി, ഈ അവാർഡൊന്നും കിട്ടണ്ട, ഇത് പണ്ടേ മനസ്സിലുള്ള കാര്യമാണ്, അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നിരുന്ന വിഷയമാണ്. വളരെ മികച്ച ഒരു സോഷ്യൽ സ്റ്റഡീസ് അധ്യാപകൻ തന്നെയാണ്. അധ്യാപകർക്ക് ഒട്ടേറെ അറിവുകൾ ക്ലാസ് മുറികളിൽ പകർന്നു കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ക്ലാസ്സുകളിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ അവാർഡ് അദ്ദേഹത്തെ തേടിയെത്താൻ കുറച്ച് വൈകിയോ എന്നുള്ളൊരു സംശയമുള്ളൂ. ഏതായാലും അവാർഡ് കിട്ടിയ ശശിമാഷയും ഇവിടെ വിവിധ സബ്ജില്ല സംസ്ഥാന തലങ്ങളിൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകമായി അനുമോദിക്കുന്നു. മുഴുവൻ കലങ്ങോട്ടരി നിവാസികളുടെയും പ്രത്യേക അഭിനന്ദനങ്ങൾ ശശിമാഷക്കും ഇവിടെ സമ്മാനങ്ങൾ നേടിയ വിവിധ വിദ്യാർത്ഥികൾക്കും അർപ്പിക്കും. ആശംസ അർപ്പിക്കുന്നത് തന്നെയാണ് ഉണ്ണീഷ മാഷെ. നമ്മുടെ ബാങ്ക് ഡയറക്ടറായിട്ടുള്ള രാജേഷ്, നല്ല ചടങ്ങിന്റെ അധ്യക്ഷൻ ഹരിദാസൻ
ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വാർഡ് -42 കളിച്ച് ഫസ്റ്റ് കേരളത്തിലെ സ്റ്റേറ്റ് സബ് ജില്ല ഫസ്റ്റ് ഏതായിരുന്നു അനയ അയന 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 ഉപജില്ല സെക്കൻഡ് പ്രൈസ് ഇടയിലുള്ള വിവേക് കെ പി. അതായത് കുസ്തിയാണോ അതോ റെസ്ലിംഗ് ആണ്? അപ്പൊ റെസ്ലിംഗിന് ആൾക്കാർ ഇവിടെ ഉണ്ട്. റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിലൊരു തേർഡ് പ്രൈസ് നേടിയുള്ള അനാമിക ഉണ്ട്, അവർ വന്നിട്ടില്ല. വീടിനൊരു മേൽക്കൂര ഞായറുള്ള തിങ്കളുള്ള മേൽക്കൂര വീട്ടുമുറ്റത്താരോ നട്ട പൂച്ചെടിയും മരവുമുണ്ട്. പൂച്ചെടിക്കും മരത്തിനും ദാഹം തീർക്കാൻ പുഴയുണ്ട്. മേൽക്കൂരയിൽ പൂക്കളുണ്ട്, പൂക്കൾക്കു നിറമുണ്ട്. രാത്രി രാത്രി വിരിയും പൂ പകലെങ്ങോ പോകുന്നു. പുറത്തുള്ള കണ്ണുകൊണ്ടതു കാണുവാൻ കഴിയില്ലെന്നും അകത്തേക്കു കണ്ണുതായോ ആശാനെ നീവായോ. മേലെയുള്ളതാകാശം താഴെയുള്ളതീ ഭൂമി. ഭൂമിയിലെ താമസക്കാർ തമ്മിൽ തമ്മിൽ അറിയാത്തോ. തമ്മിൽ തമ്മിൽ അറിയാനായി എന്തുണ്ട് വഴിയടോ. അകത്തുള്ള കണ്ടുറന്ന് പുറത്തേക്ക് നോക്കടോ. അയ്യയ്യാ കാണുന്നുണ്ടേ വലിയോരും ചെറിയോരും. അയ്യയ്യാ കാണുന്നുണ്ടേ കറുത്തോരും വെളുത്തോരും. അയ്യയ്യാ കാണുന്നുണ്ടേ പണിയാളും പിണിയാളും. അയ്യയ്യാ കാണുന്നുണ്ടേ അടിയാരും ഉടയോരും. സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ചന്ദ്രൻ മറഞ്ഞു പോണേ. ചന്ദ്രൻ ഉദിച്ചു വരുമ്പോൾ സൂര്യൻ മറഞ്ഞു പോണേ. അടിയാരും ചെറിയോരും കറുത്തോരും ഉണർന്നു വാരെ. ഒരു മാനം ഒരു ഭൂമി ഒരു മനുഷ്യനതു മതിയേ. ഒരു മനുഷ്യനുള്ള ലോകം ഒരുമയോടെ നല്ല ലോകം. അകക്കണ്ണും പുറക്കണ്ണും തുറന്നു വെച്ചു തെളിയ തെളിയ. അകക്കണ്ണും പുറക്കണ്ണും തുറന്നു വെച്ചു തെളിക തെളിക. ഇങ്ങനത്തേക്കൊരു വരി